ഹായ്, എനിക്കിഷ്ടമുള്ളൊരു പുതിയ റൈസ് മധുഹൂത്താട്ടോ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുക്കറിലാണല്ലോ സാധാരണ വെക്കാറുള്ളത്. അതിലേക്ക് ഗ്രാമ്പു, കുറച്ച് പട്ട, കുറച്ച് ഏലക്ക, ഇത് മൂന്നും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള റൈസാണ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ റമദാൻ 2-ന് ഉണ്ടാക്കിയ ഒരു റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടത് അന്ന് ഉണ്ടാക്കിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇനി അതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസ് സവാള ഇടുന്നുണ്ട് കേട്ടോ, സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 2-3 കപ്പ് അരിൻ്റെ മധുഹൂത്താണ്. അപ്പോൾ ഞാൻ സവാള ഇട്ടിട്ട് നല്ല രീതിയിൽ വാട്ടിയെടുക്കുന്നുണ്ട്, ഉപ്പിട്ട്. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വീതം ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും. എനിക്ക് വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞില്ല, ഇട്ടുപോയതാണ്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ഇടേണ്ടത് പച്ചമുളക്, ഫുൾ സൈസിൽ പച്ചമുളക്, പിന്നെ അതിലേക്ക് ഉണക്ക നാരങ്ങ, അതും അതിലേക്ക് ഡ്രൈ ലെമൺ, അതും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം, നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ്. ഞാൻ 2 ഇട്ടിട്ടുണ്ട്. ഇനി 1 മതിയെങ്കിൽ 1 ഇട്ടാലും മതിയേ. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇടാം കേട്ടോ, കുരുമുളകിൻ്റെ മണി. അപ്പോൾ അതും കൂടെ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തക്കാളി ജ്യൂസാക്കിയതാണ്. അപ്പോൾ തക്കാളി ഞാൻ 2 വലിയ തക്കാളിയാട്ടോ എടുത്തത്. അപ്പോൾ ആ തക്കാളി ജ്യൂസാക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ എനിക്ക് മധുഹൂത്തിന് കുറച്ചൊരു യെല്ലോ കളറുള്ളതാട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കാറൊന്നുമില്ല കേട്ടോ, മഞ്ഞ കളറിൽ എനിക്ക് റൈസ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മസാലകൾ എന്താ വെച്ചാൽ കപ്സ മസാല, ഗരം മസാല, പിന്നെ നമ്മുടെ മന്തി മസാല. അപ്പോൾ ഇത് 3ഉം ഞാൻ ആദ്യം തന്നെ കപ്സൻ്റെ മസാല കുറച്ച് മാത്രമേ ഇടുള്ളൂ കേട്ടോ. പിന്നെ മന്തി മസാല ആണ് ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്, ഗരം മസാല, ഇത് 3ഉം കൂടെ കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുള്ളത് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ കപ്സ മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മന്തി മസാലയും. അതായത് നമ്മളിടുന്ന മൊത്തത്തിൽ അതിൽ 1/3 1 ഭാഗം ഗരം മസാലയും കപ്സ മസാലയും കൂടെ, ബാക്കി 2 ഭാഗം നമ്മുടെ മന്തി മസാല കേട്ടോ. ഞാനിതാണ് സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കാറുള്ളത്. എന്നാൽ എനിക്കിതിൻ്റെ ഒരു മധുഹൂത്ത് ടേസ്റ്റാണ് കേട്ടോ വരൽ, അല്ലാണ്ട് ഞാൻ വേറെ അറബിക് മസാലകളൊന്നും വേറെ ചേർക്കുന്നില്ല. അപ്പം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി വൈറ്റ് ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസിൻ്റെ 1.5 ഇരട്ടി വെള്ളം, 1 കപ്പ് റൈസിന് 1.5 ഇരട്ടി വെള്ളമാക്കിയിട്ടോ ഞാൻ ഒഴിച്ചത്. ഇനി അതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച റൈസ് ഒരു 1 അവർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റൈസ് വെള്ളം ഊറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കണം കേട്ടോ, നമ്മൾ മാഗി കട്ട് ഇട്ടിട്ടുണ്ട്, എന്നാലും അതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷമാണല്ലോ നമ്മൾ അരി ഇട്ടത്. എന്നിട്ട് സിമ്മിലിട്ടതിന് ശേഷം കുക്കർ അടിച്ചിട്ട് 1 വിസിലിട്ടോ. അപ്പോൾ 1 വിസിലടിക്കുന്നതോടുകൂടി അതിൻ്റെ ആവി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി ആട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ചോറ്, അടിപൊളി ടേസ്റ്റുള്ള മധുഹൂത്താണ്. അപ്പോൾ റമദാനും നോമ്പ് തുറൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.